നമസ്കാരം. അമേരിക്ക ഫസ്റ്റ് മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് എന്ന് തന്നെ പറയാം. എങ്ങനെ പണമുണ്ടാക്കാം എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ചിന്ത എന്ന് പറയണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുക്രൈന് തന്നെ രാജ്യം അവരുടെ ധാതു സമ്പത്തിന്റെ പകുതി അമേരിക്കയ്ക്ക് അടിയറ വെക്കേണ്ട അവസ്ഥയിൽ എത്തിയതും. സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കി ഞെരുക്കുകൊണ്ടാണ് ട്രംപ് ധാതു കരാറിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നു. റഷ്യൻ അധിനിവേശ അവസാനിപ്പിക്കാനായി യുക്രൈൻ നൽകേണ്ടി വരുന്ന വിലയാണ് തങ്ങളുടെ രാജ്യത്തെ അമൂല്യമായ ധാതുക്കൾ അമേരിക്കയ്ക്ക് വിട്ട് കൊടുത്തതെന്നും പറയുന്നുണ്ട്. അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ധാതു കരാറിന് അന്തിമ രൂപമായാണെന്ന് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കരാറിൽ ഒപ്പുവെക്കാൻ യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി തന്നെ വെള്ളിയാഴ്ച വാഷിംഗ്ടണിലെത്തും. താൻ അധികാരത്തിലേക്ക് എത്തിയാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പിക്ക് മുമ്പേ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം ഇതിനായി തന്നെ അദ്ദേഹം സ്വീകരിച്ച മാർഗം യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. ധാതുക്കൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അമേരിക്കൻ പിന്തുണയില്ലാതെ നിലനിൽപ്പില്ലെന്നും തിരിച്ചറിയുന്ന യുക്രൈൻ ഒടുവിൽ ധാതു കരാറിന് സമ്മതിക്കുകയായിരുന്നു. അമേരിക്കയും യുക്രൈനും സംയുക്തമായി തന്നെ വികസിപ്പിക്കുന്ന ധാതു സമ്പത്തിൽ നിന്ന് $50,000 കോടി വരുമാനം വേണമെന്നാണ് ട്രംപ് ആദ്യം ആവശ്യപ്പെട്ടത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം തന്നെ അമേരിക്ക യുക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിന് തുല്യമാണിതെന്നാണ് ട്രംപിന്റെ വാദം. അതിന് പ്രതിഫലമായി തന്നെ യുക്രൈനിൽ അത്യപൂർവാദികളിൽ തന്നെ പകുതി അവകാശമാണ് ട്രംപ് ചോദിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ യുദ്ധാനന്തര യുക്രൈനിൽ സമാധാന സേനയെ നിലനിർത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചു. എന്നാൽ സെലൻസ്കി ഇതിനെ എതിർത്തതോടെയാണ് ഭേദഗതി വരുത്താൻ തയ്യാറായത്. അതേസമയം യുക്രൈനിന്റെ സംരക്ഷണ സമ്മതത്തിനെ കരാറിൽ വ്യക്തമായി പറയുന്നില്ലെന്ന സൂചനയുണ്ട്. യുക്രൈനിൽ ഉയർത്തിയ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എങ്കിലും കരാറിനെ നേട്ടമാണെന്നും യുക്രൈൻ നേതാക്കൾ വിശേഷിപ്പിക്കുന്നുണ്ട്. കരാറിനെ തുടർന്ന് യുക്രൈനിൽ സൈനിക സഹായവും പോരാട്ടവും തുടരുന്നതിനുള്ള അവകാശവും ലഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. വെടിനിർത്തൽ കരാറിൽ എത്തുന്നത് വരെ തന്നെ യുക്രൈനിലുള്ള സൈനിക സഹായം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാർ പ്രകാരം യുക്രൈനിന്റെ തകർന്ന സമ്പദ് വ്യവസ്ഥ പുനർജീവിപ്പിക്കുന്നത് തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംയുക്ത ഉടമസ്ഥതയിലുമുള്ള ഫണ്ട് രൂപം നൽകുന്നത്. തങ്ങളുടെ ധാതു സമ്പത്തിനുള്ള വരുമാനത്തിന്റെ പകുതി യുക്രൈനെ ഫണ്ടിലേക്ക് മാറ്റിവെക്കും. അത് രാജ്യത്തെ വികസന പ്രവർത്തനത്തിൽ തന്നെ ഉപയോഗിക്കും. വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായാണ് കരാർ എന്ന ചർച്ചകൾ നേതൃത്വം നൽകിയ യുക്രൈൻ ഉപപ്രധാനമന്ത്രി ഓൽഹ സ്റ്റൊഫാനിഷൈന പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുമായി കൂടുതൽ സഹകരണത്തിന് കരാർ വഴിവെക്കുമെന്ന് യുക്രൈന്റെ പ്രതീക്ഷയുണ്ട്. എന്നാൽ യുക്രൈൻ US-ൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുന്ന കരടുകാരന് തന്നെ വാഗ്ദാനം ചെയ്യുന്നില്ല. റഷ്യയോട് പോരാടുന്നതിന് യുക്രൈൻ തുടർന്നും ആയുധങ്ങൾ നൽകുമെന്നും പറയുന്നില്ല. അതേസമയം സ്വതന്ത്ര പരമാധികാര സുരക്ഷിത യുക്രൈനാണ് US ആഗ്രഹിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഭാവിയിൽ US യുക്രൈൻ തന്നെ ഇപ്പോൾ ആയുധങ്ങൾ നൽകുന്ന കാര്യങ്ങളും ചർച്ചയിലുണ്ടെന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു കരാർ ഒപ്പിടാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിലെത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താലേഖകരോട് പറഞ്ഞു. പ്രകൃതി വിഭവക്കാരുമായി യുക്രൈനിന്റെ തന്നെ ഭാവി സുരക്ഷയും ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച US-ൽ പോകുമെന്ന് സെലൻസ്കി പറഞ്ഞു.